അടുക്കളയിൽ തക്കാളി ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു വളർത്തിയാൽ നമുക്ക് എന്നും വീട്ടിൽ തന്നെ തക്കാളി പറിച്ചെടുക്കാം. തക്കാളികൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്കിന്ന് തക്കാളി എങ്ങനെ കീടങ്ങൾ വരാതെ സംരക്ഷിക്കാമെന്നും അവയുടെ കരുതലും കൂടുതൽ വിവരങ്ങളും അറിയാം. പാകം ചെയ്തും ചെയ്യാതെയും വിഭവങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി. നിറത്തിലും രൂപത്തിലും വ്യത്യസ്തമായ 30-ലേറെ തക്കാളികൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയിൽ തക്കാളി നമുക്ക് സുഖമായി വളർത്തിയെടുക്കാം. തക്കാളി വിത്ത് മുളപ്പിക്കുന്നതിനായി പ്രത്യേക പോട്ടി മിക്സിന്റെ ആവശ്യമില്ല. പെട്ടെന്ന് മുളയ്ക്കുന്ന വിത്താണ് ഇവയുടേത്. ഒരു ട്രേയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ചട്ടിയിലോ മുളപ്പിച്ച് മാറ്റി നടുന്നതാണ് ഉത്തമം. മണ്ണും ചകിരിച്ചോറും ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കലുമുണ്ടെങ്കിൽ വിത്ത് മുളയ്ക്കാൻ മറ്റൊന്നും ആവശ്യമില്ല. മുളച്ച തൈകളായ ശേഷം മാറ്റി നടുമ്പോൾ നീർവാർച്ചയുള്ള മണ്ണും സൂര്യപ്രകാശവും ഉറപ്പുവരുത്തണം. നേരിട്ട് മണ്ണിൽ നടുകയോ ചട്ടിയിൽ വളർത്തുകയോ ചെയ്യാവുന്നതാണ്. തൈകൾ പറിച്ചു നടുന്നത് വൈകുന്നേരങ്ങളിലാണ് നല്ലത്. ഇത് സൂര്യപ്രകാശം പെട്ടെന്നടിച്ച് ചെടികൾ വാടിപ്പോകുന്നത് തടയും. നടുമ്പോൾ തൈകൾ തമ്മിലുള്ള അകലം ഉറപ്പാക്കണം. തക്കാളിയുടെ തണ്ടുകൾ വളരെ കനം കുറഞ്ഞവയായതിനാൽ ഒരു താങ്ങ് എപ്പോഴും ആവശ്യമാണ്. അതെല്ലാം കണക്കാക്കിയുള്ള അകലത്തിൽ വേണം ഇവ നടാൻ. നടുമ്പോൾ അടിവളമായി എല്ലുപൊടിയും കമ്പോസ്റ്റും ചേർക്കാവുന്നതാണ്. തൈകൾ വളരുന്നതനുസരിച്ച് ഉയരത്തിൽ പോകാതെ പ്രൂൺ ചെയ്യുന്നത് കൂടുതൽ കായ്ഫലത്തിനും ചെടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ്. പ്രൂണിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൂണറുകൾ വളരെ വൃത്തിയുള്ളതായിരിക്കണം. തണ്ടുകളിലേക്ക് കീടങ്ങൾ അതിൽ നിന്നും വരുന്ന സാഹചര്യം ഒഴിവാക്കണം. തക്കാളി ചെടിക്ക് ദിവസവും നന അത്യാവശ്യമാണ്. കഴിവതും മണ്ണ് വരണ്ടതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നൈട്രജനേക്കാൾ ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയിൽ അല്പം കൂടുതലുള്ള താരതമ്യേന വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ നൽകാവുന്നതാണ്. ചെടിയിലെ ഇലകൾക്കടിയിൽ ഇടയ്ക്കിടെ പരിശോധന നടത്തുക. കീടങ്ങളെ കാണുകയാണെങ്കിൽ അവയെ ചതച്ച് നശിപ്പിക്കുകയും ബാധിച്ച ഇലകൾ മുറിച്ചു മാറ്റുകയും വേണം. ജമന്തി, തുളസി എന്നിവ തക്കാളി ചെടിയുടെ അടുത്ത് നടുകയാണെങ്കിൽ കീടങ്ങളെ ഒരു പരിധി വരെ തടയാം. ചെടിയുടെ താഴെ മുളച്ചുവരുന്ന കളകൾ പെട്ടെന്ന് തന്നെ പറിച്ചു മാറ്റാൻ ശ്രദ്ധിക്കുക. ചെടിക്ക് കിട്ടേണ്ട വളവും വെള്ളവുമെല്ലാം കളകൾ തട്ടിയെടുക്കാൻ സമ്മതിക്കരുത്. പ്രധാനമായും കാണുന്നത് ചെടി മുരടിച്ചു പോകുന്നതാണ്. നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് മുരടിപ്പിന്റെ പ്രധാന കാരണം. ഇലപ്പേനുകളുടെയും വെള്ളിച്ചകളുടെയും ആക്രമണം ഇതിൽ ഉൾപ്പെടും. ഇതിനെല്ലാം പരിഹാരമായി മൈക്രോ ന്യൂട്രിയൻസിന്റെ ലഭ്യത ഉറപ്പാക്കേണ്ടതാണ്. കടകളിൽ നിന്ന് ലഭിക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് നൽകാവുന്നതാണ്. 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കണം. കുമ്മായം ഉപയോഗിച്ച് മേൽമണ്ണ് ഇടയ്ക്ക് ഇളക്കി നൽകുന്നത് നല്ലതാണ്. സാമ്പാർ കായം വെള്ളത്തിൽ ലയിപ്പിച്ച് 24 മണിക്കൂറിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്യുന്നത് പൂക്കൾ ഉണ്ടാക്കാൻ സഹായകമാണ്. 2 ദിവസം പുളിപ്പിച്ച ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിലേക്ക് അല്പം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് പിന്നെയും പുളിപ്പിച്ച് നേർപ്പിച്ച് ചെടികളിൽ ഉപയോഗിക്കാം. ഇത് അരിച്ചെടുത്ത ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഫംഗസ് രോഗങ്ങൾ തടയാൻ സഹായകമാണ്. ഇനിയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും കമന്റിൽ അറിയിക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.